അതായത് കൊറോണയ്ക്ക് ശേഷം ഇപ്പം നമ്മളുടെ സ്ക്രീൻ ടൈം ഒക്കെ നമ്മൾ ചുമ്മാ ഒരു ദിവസം ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. ചിലപ്പോൾ ഒരു 8-10 മണിക്കൂറൊക്കെ ആയിരിക്കും നമ്മുടെ സ്ക്രീൻ ടൈം ഉണ്ടാവും. അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ഈ സ്ക്രീൻ ടൈം ആളുകൾക്കിടയിൽ കൂടിയത് എത്രമാത്രം ബ്രെയിനെയും നമ്മളുടെ ആളുകളെയൊക്കെ എഫക്ട് ചെയ്തെന്നാണ് ഡോക്ടർ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ അത് കൊറോണയ്ക്ക് ശേഷം അവരുടെ ഒരു എന്നുവെച്ചാൽ എല്ലാ ആസ്പെക്ട്സിലും ടൈം ഒരുപാടുള്ളതുകൊണ്ട് സ്ക്രീൻ ടൈം വളരെയധികം കൂടി. അതൊരു ഭയങ്കര എസ്പെഷ്യലി കുട്ടികൾക്ക്, യങ് അഡൽട്ട്സും കുട്ടികൾക്കും വളരെയധികം അഡിക്ഷൻ ലെവലിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് അതിൻ്റെതായ ഒരുപാട് എമോഷണൽ പ്രോബ്ലംസും പല കുട്ടികൾക്കുടെ ഈ ബേസിക്കലി അവർ ഹൗ ദ പെർസീവ് ലൈഫ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത്, പല രീതിയിലുള്ള എമോഷണൽ പ്രോബ്ലംസും വളരെയധികം എന്നുവെച്ചാൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കൊറോണ സമയത്ത് നമ്മുടെ സ്ക്രീൻ ടൈമിലൂടെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളാണ് കാരണം ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കൂടുതലും പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളെപ്പോഴും നോക്കുമ്പോൾ മിക്കവാറും ഈ സെർച്ച് എൻജിൻസ് എന്തെങ്കിലും കാര്യം നോക്കുമ്പം അതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങളാണ്, അതായത് നെഗറ്റീവ് ഇൻഫർമേഷൻസ് ആണ് കൂടുതലും വരുന്നത് നാച്ചുറലി. അപ്പോൾ അത് കൂടുതൽ വായിച്ച് ആൾക്കാർ വളരെ നെഗറ്റീവ് മോഡിലേക്ക് പോയി. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ്, അതായത് സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇൻസോമിനിയ, അതായത് ഉറക്കമില്ലായ്മ, പിന്നെ വിറയൽ, കൈ ട്രെമേഴ്സ്, ഭയങ്കരമായിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഒരു ഇറലവൻറ്റ് സിറ്റുവേഷൻ, വളരെ മൈൽഡ് കാര്യങ്ങളൊക്കെ ഓവർ റിയാക്ട് ചെയ്യുക, ഇതെല്ലാം ശരിക്കും കൂടിയിട്ടുണ്ട്. ഇതെല്ലാം ബേസിക്കലി ആ ഒരു നെഗറ്റീവ് എനർജി, ഒരുപാട് നെഗറ്റീവ് ഇൻഫർമേഷൻസ് നമുക്ക് വരുമ്പോഴേക്കും നമ്മൾ പാനിക്കാവും. പാനിക്കാകുമ്പോഴേക്കും നമ്മുടെ ബോഡിയിലുള്ള ഈ പോസിറ്റീവ് ഹോർമോൺസ് എല്ലാം കുറയാൻ തുടങ്ങും. നമ്മുടെ പോസിറ്റീവ് ഹോർമോൺസ് കുറേ ഉണ്ട്, സെറട്ടോണിൻ, ഡോപ്പമിൻ, പിന്നെ ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ എന്നൊക്കെ പറഞ്ഞ ചില പോസിറ്റീവ് ഹോർമോൺസ് ഉണ്ട്. അതെല്ലാം ഇങ്ങനെ കുറഞ്ഞ് നമ്മുടെ ഈ സ്ട്രെസ് ഹോർമോൺസ്, നമ്മുടെ കോർട്ടിസോൾ, നോറഡ്രിൻ, അതെല്ലാം ഇങ്ങനെ കൂടാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് സ്ട്രെസ്ഡ് ആകുമ്പോഴേക്കും ഈ നെഗറ്റീവ് എമോഷൻസ് എല്ലാം പുറത്തു വരും. വിഷാദ രോഗം, ഈ ആങ്സൈറ്റി, പിന്നെ ഉറക്കമില്ലായ്മ, വെറുതെ ആവശ്യമില്ലാത്ത സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെ ഇങ്ങനെ കിടക്കും, ഓരോ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ട് തന്നെ കിടക്കും. അതുകൊണ്ട് ശരിക്കും ഒരു ഡീപ് സ്ലീപ്പിലേക്ക് പോകത്തില്ല, പെട്ടെന്ന് നമ്മൾ മരിച്ചു പോകുന്നു, അങ്ങനത്തെ ഭയങ്കര നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അത് ഈ പോസ്റ്റ് കൊറോണ എറയിൽ വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു സംഭവം തന്നെയാണ്. അതുപോലെ ഇപ്പോൾ ആളുകൾക്ക് ഈ ക്ഷമ എന്നുള്ള സാധനം ഇപ്പം ഇല്ല. അതായത് എല്ലാം 5G സ്പീഡിലേക്ക് മാറിയതുപോലെ തന്നെ നമുക്ക് ഈ ട്രാഫിക്കിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും ക്യൂ നിൽക്കാനാണെങ്കിലും ക്ഷമ ആൾക്കാരുടെ കുറഞ്ഞിട്ട് അതൊക്കെ ഇതിന്റെ എഫക്ട്സ് ആണെന്ന് തന്നെയാണോ വിചാരിക്കുന്നത്? ബേസിക്കലി നമ്മുടെ ആ ഒരു പോസ്റ്റ് കൊറോണ നമ്മുടെ കണക്ടിവിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോം എന്നുള്ള കൾച്ചർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. അതുമാത്രമല്ല സ്പീഡ് ഓഫ് ഒരു കാര്യം ചെയ്യാനുള്ള സ്പീഡൊക്കെ ഭയങ്കരമായിട്ട് കൂടി. അപ്പം ഡെഫിനറ്റ്ലി നല്ല സ്പീഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സാധാരണ ആൾക്കാർ, വളരെ സ്ലോ പേസ്ഡ് ആൾക്കാർക്ക് ഭയങ്കര സ്ട്രെസ് കൂടും. അതുകൊണ്ട് ആ ഒരു ക്ഷമ ബേസിക്കലി നഷ്ടപ്പെടും. കാരണം എപ്പോഴും ഈ ടാർഗറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടി. കാരണം ഒരു കാര്യം അച്ചീവ് ചെയ്യാനുള്ള ഒരു രീതി മനസ്സിലായി. കാരണം പ്രീ കൊറോണ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഓഫീസ് വർക്ക് അങ്ങനത്തെ ആയിരുന്നല്ലോ, ഒരു ഫിസിക്കൽ പ്രസൻസിലാണ് പല കാര്യം ചെയ്തത്. ഈ വർക്ക് ഫ്രം ഹോം കൾച്ചറും വളരെ സ്ട്രോങ് ആയത് അതിൻ്റെ പല രീതിയിലുള്ള സോഫ്റ്റ്വെയർസൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊറോണ സമയത്താണ്. പോസ്റ്റ് കൊറോണ ഏരിയ ആയപ്പോഴേക്കും ഫിസിക്കലും ഇമ്പ്രൂവ് ചെയ്തു, വർക്ക് ഫ്രം ഹോം ഇമ്പ്രൂവ് ചെയ്തപ്പോഴേക്കും വർക്ക് എഫിഷ്യൻസി വളരെ മൾട്ടിഫോൾഡ് ഇമ്പ്രൂവ് ചെയ്തു. അപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പുരോഗതിക്ക് നല്ലതാണെങ്കിലും ആൾക്കാരിലേക്ക് ആ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട്, കാരണം ഒരു സമയം പോലും റിലാക്സ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ റിലാക്സ് ചെയ്ത് ബാക്കിയുള്ളവർ കംപ്ലീറ്റ് ആ വർക്ക് ചെയ്ത് പെട്ടെന്ന് അവർക്ക് അവരുടെ ടാർഗറ്റ് എത്തിക്കാൻ പറ്റും. ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അത് ഒരുപാട് സ്ട്രെസ്സ് സാധാരണക്കാരിൽ എന്താ വെച്ചാൽ അത്ര കപ്പാസിറ്റി ഉള്ളവർ കുഴപ്പമില്ല, കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് വളരെയധികം സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട്. അതെ, ഇപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു വെക്കേഷൻ ടൈമിലാണ് നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. നമ്മളുടെ ഒരു വെക്കേഷൻ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു സ്കൂൾ ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പം. നമ്മൾ പറമ്പിൽ പോയി കളിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ കുട്ടികൾ അവരുടെ വെക്കേഷൻ ടൈം അത്രയും അവരുടെ കയ്യിൽ ടാബ് ഉണ്ടാവും, ഫോൺ ഉണ്ടാവും, TV കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ വെക്കേഷൻ ടൈം കഴിക്കുന്നത്. സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ക്രീൻ ടൈം മാക്സിമം ചിലവഴിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ വെക്കേഷൻ ടൈമിൽ അവരുടെ ബ്രെയിൻ എങ്ങനെയൊക്കെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്? അല്ലെങ്കിൽ ഒരു കുട്ടി സ്പെൻഡ് ചെയ്യേണ്ട സ്ക്രീൻ ടൈം മാക്സിമം എത്രയാണ്? നമ്മുടെ സ്ക്രീൻ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മൾ എന്താണാവോ നമ്മളെ ബ്രെയിനിലെ ഫീഡ് ചെയ്യുന്നത്, അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബേസിക്കലി സ്ക്രീൻ ടൈമിലൂടെ കുട്ടികൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്ന കാര്യങ്ങളിലും ആശ്രയിച്ചിരിക്കും. അപ്പം ബേസിക്കലി ഒരു ആർട്ടിഫിഷ്യൽ വേൾഡിലേക്കാണ് കൂടുതൽ അവർ എക്സ്പോസ്ഡ് ആവുന്നത്. ആർട്ടിഫിഷ്യൽ ഗെയിംസും ഒരു ആർട്ടിഫിഷ്യൽ ഒരു വേൾഡിലേക്ക് അതിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ എമോഷൻസും അവരുടെ ആ ഒരു റിയാക്ഷൻ ലൈഫിലോട് ഓരോ സിറ്റുവേഷണൽ റിയാക്ഷനും ആ രീതിയിലായിരിക്കും. ഒരു ആർട്ടിഫിഷ്യാലിറ്റി കാണാം. ചിലപ്പോൾ എമോഷണൽ കണക്റ്റൊക്കെ ഭയങ്കര കുറവ് വരാം. പലപ്പോഴും അവർ റിയാക്ട് ചെയ്യുന്ന രീതിയൊക്കെ ഡിഫറെൻറ്റ് വരാം.
അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ ടൈം നമ്മൾ ബേസിക്കലി അതിന് നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, ഒരുപാട് നല്ല. നമുക്ക് ഒരിക്കലും നമുക്ക് ഈ ഇപ്പോഴത്തെ ഈ നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഇല്ലാതെ നമുക്ക് ഒരു കുട്ടീനെ നമുക്ക് വളർത്താൻ പറ്റത്തില്ല. കാരണം അതൊരു നെസസിറ്റിയാണത്, ഇറ്റ്സ് എ നെസസിറ്റി. അതോടെ നമ്മുടെ ഫ്യൂച്ചറും അതിൽ നിന്ന് അഡ്വാൻസ് ചെയ്താണ് നമ്മുടെ ഫ്യൂച്ചറും പോകുന്നത്. അതുകൊണ്ട് അതിനെ കംപ്ലീറ്റ് റെസ്ട്രിക്റ്റ് ചെയ്ത് കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും നമ്മൾ അതിനെ ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്ക്രീൻ ടൈമിൽ പ്രത്യേകിച്ച് ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ അഡിക്റ്റഡായി പോകാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏത് കാര്യമായാലും, ഇപ്പോൾ സ്ക്രീൻ ടൈമിൽ എന്ത് കാര്യമായാലും നമ്മൾ അതിൽ നിന്നൊരു എക്സസ് ഇതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളെ എപ്പോഴും ഒരു നേച്ചറായിട്ട് ബന്ധപ്പെടാനും ബാക്കിയുള്ള ഹ്യൂമൻ എമോഷൻസായിട്ടും ബാക്കിയുള്ള ആൾക്കാരായിട്ട് ഇടാൻ വേണ്ടി അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം എപ്പോഴും ഇതിനൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻ ടൈമിൽ എന്ന് പറഞ്ഞ് കളയാതെ ഒരു പെർ 24 hours ഒരു മാക്സിമം 1 to 2 hours കൂടുതലൊന്നും സ്ക്രീൻ ടൈം കൊടുക്കേണ്ട കാര്യമില്ല. ബാക്കി ടൈമൊക്കെ അവർ ഹ്യൂമൻ ഇൻട്രാക്ഷൻസും ബാക്കിയുള്ള ഗെയിംസ് ആയാലും മൈൻഡ് ഗെയിംസ് ആയാലും ഫിസിക്കൽ ഗെയിംസ് ആയാലും ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസ് ആയാലും ഇതിലൊക്കെ ഇടപെടാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ നമ്മുടെ ഈ അവധി സമയത്തൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുട്ടികൾക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി അവർക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസും ഉണ്ട്. ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അവർക്ക് ഫുൾ ഡേ അതിൻ്റെ ഫ്രണ്ട് ഇരുന്ന് എന്തും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അവർക്കുണ്ട്. പണ്ട് കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻസ് കുറച്ച് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഏറ്റവും ആവശ്യമുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ കുറ്റങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ഒരുപാട് സ്കിൽസ് അക്യൂർ ചെയ്യണം. ലൈഫ് സർവൈവ് അല്ലെങ്കിൽ നല്ല ഹൈ ലെവലിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് സ്കിൽസ് അക്യൂർ ചെയ്യണം. അത് വളരെ സിമ്പിളായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. അത് പബ്ലിക് സ്പീച്ച് ആണെങ്കിലും നമ്മുടെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ആണെങ്കിലും നമ്മുടെ പല കാര്യങ്ങളും കുട്ടികൾക്ക് പല സ്കിൽസ് കാണും. ചിലപ്പോൾ അവർ സ്പോർട്സിൽ നല്ലതായിരിക്കും, ചിലപ്പോൾ അവർ റൈറ്റിംഗ് അല്ലെങ്കിൽ ഡ്രോയിങ്ങിലൊക്കെ വളരെ നല്ലതായിരിക്കാം. അവർ എന്ത് സ്കില്ലാണ് അവർക്കുള്ളത്, ആ സ്കിൽസ് ഇങ്ങനെ മാക്സിമം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ടൈം അവധി തന്നെയാണ്. അപ്പോൾ ബേസിക്കലി കൊച്ചുങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ അവർ ഒരുപാട് ന്യൂ സ്കിൽസ് അക്യൂർ ചെയ്യുകയാണ്. ഹൗ ദി ബിഹേവ് വിത്ത് പീപ്പിൾ, അവരുടെ ലാംഗ്വേജ്, അങ്ങനെ കാര്യങ്ങൾ, അങ്ങനത്തെ പല രീതിയിലുള്ള ട്രെയിനിങ്. പിന്നെ ഫിസിക്കൽ ട്രെയിനിങ് നമുക്ക് ഗെയിംസിലൂടെ തന്നെ, അല്ലെങ്കിൽ സ്പോർട്സ് ഗെയിംസിലൂടെ ആവാം, അല്ലാത്ത ഗെയിംസിലൂടെ ആകാം, ജിമ്മിൽ ഇപ്പോൾ വേണമെങ്കിൽ ട്രെയിൻ ചെയ്യാം. അങ്ങനെ പല രീതിയിലും അവർക്ക് ഓരോ സ്കിൽസ്, ഒരു ചരിത്രം, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ അവധി സമയം. അത് ഡെഫിനറ്റ്ലി ഈ സ്കിൽസ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പഠിത്തത്തിൽ നോളജ് അക്വയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ സ്കിൽസ് ഉണ്ടെങ്കിൽ ലൈഫിൽ അവർ സക്സസ്ഫുൾ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ഒരിക്കലും സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബ്രേക്ക് ഒരു ലീവ്, ഒരു റിലാക്സേഷൻ പോലെ കണ്ടാൽ മാത്രം മതി. ബാക്കി ടൈം ഒരു സ്പെഷ്യൽ സ്കിൽസ് അക്വയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം കുട്ടികളെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഇതിപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികളെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ബ്രെയിൻ എക്സസൈസ് എന്തെങ്കിലും ഉണ്ടാവോ ഈ ഒരു സമയത്ത് കുട്ടികൾ? അത് കൊച്ചിൻ്റെ പാഷൻ നോക്കിയിട്ട് വേണം നമുക്ക് ഡിസൈഡ് ചെയ്യാൻ. ബേസിക്കലി ബ്രെയിൻ എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിലെ ഓരോ ചാലഞ്ചസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ചില ഗെയിംസ് കുട്ടികൾക്ക് ഇഷ്ടമാണ്, ഇഷ്ടമുള്ള കുട്ടികൾക്ക് ചെസ്സിൻ്റെ ഏറ്റവും അറ്റത്തെ ഇതിലേക്ക് പോവാം. ഇപ്പം പല മൈൻഡ് ഗെയിംസ് ഉണ്ട്, സുഡോക്കു പോലത്തെ പല മൈൻഡ് ഗെയിംസ് ഉണ്ട്. അത് നമുക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ നമുക്ക് ഈവൻ ഫിസിക്കൽ ഗെയിംസ് തന്നെ, ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും നമ്മുടെ ബാഡ്മിൻ്റൺ ആണെങ്കിലും ഇതെല്ലാം ബേസിക്കലി ബ്രെയിനിൽ സ്റ്റിമുലേറ്റിംഗ് ആണ്. കാരണം അതിൽ അവർ പാഷനേറ്റ് ആണെങ്കിൽ ഇതിൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് ആ ബ്രെയിനിലെ പല ന്യൂറോണൽ കണക്ഷൻസ്, അത് നമ്മുടെ ഞരമ്പുകളുടെ തമ്മിലുള്ള കണക്ഷൻസും ഞരമ്പുകളുടെ കണ്ടക്റ്റീവ് സ്പീഡും അങ്ങനത്തെ പല കാര്യങ്ങളും ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇത് ഫ്യൂച്ചറിൽ പഠിത്തത്തിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഒരു സ്ട്രോങ് ബ്രെയിനിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. സ്ട്രോങ് ബ്രെയിനെ ക്രിയേറ്റ് ചെയ്യുമ്പം അത് പഠിത്തത്തിൽ പെട്ടെന്ന് കൊച്ചിനെ ഗ്യാസ്പ് ചെയ്യാനും നന്നായിട്ട് പഠിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പം സ്കിൽസ് അക്യൂർ ചെയ്യാനുള്ളതാണ്. എപ്പോഴും നമ്മൾ ആലോചിക്കുക കൊച്ചിന് എന്താണോ പാഷനേറ്റ്, ആ ഒരു ഡയറക്ഷനിലേക്ക് ആ സ്കില്ലിനെ കൂടുതലും നമ്മൾ എങ്ങനെ അതിനുള്ള നെക്ചർ ചെയ്യുക, അതിനുള്ള ഫെർട്ടിലൈസർ പോലെ എങ്ങനെ നെക്ചർ ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഡെഫിനറ്റ്ലി അത് നമ്മളെ ബ്രെയിനിൽ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ബ്രെയിനിലെ ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് ശരിക്കും പറഞ്ഞ ഒരു മൈൻഡ് ഗെയിം അല്ലെങ്കിൽ മൈൻഡ് എക്സസൈസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൊച്ചിൻ്റെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കി അത് തന്നെ പിന്നെയും അതിനെ നെക്ചർ ചെയ്ത് മാക്സിമം അതിനെ ഇൻറ്റൻസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യിപ്പിച്ച് അത് നെഗറ്റീവ് എഫക്റ്റ് ആവാനാണ് സാധ്യത. കൊച്ചിൻ്റെ ഒരു കാര്യം ഇഷ്ടമല്ല, അതിങ്ങനെ ഫോഴ്സ് ചെയ്യേണ്ടിരുന്നു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ ഉള്ള ഇതും കൂടി നെഗറ്റീവ് ഇതിലേക്ക് പോകത്തുള്ളൂ, ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നത്. അപ്പം കൊച്ചിൻ്റെ പാഷൻ അനുസരിച്ച് നമ്മൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.